ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയം പട്ടേരിപ്പാടിനാൽ വിരചിതം. ആ നാരായണീയ നറുനവനീതത്തെ ഭഗവത് പ്രസാദമായി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. നാരായണീയ മധുരമായി ഇവിടെ ഇന്ന് 38ാമത്തെ ദിവസം. ശ്രീമന്നാരായണീയം 4ാമത്തെ ദശകത്തിൽ 8ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്ത് ആ കാരുണ്യസ്വരൂപൻ്റെ, ആ ഭൂലോക വൈകുണ്ഠനാഥനായിരിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. ആദ്യം ശ്ലോകം ചൊല്ലുകയും പിന്നീട് അതിനെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്ത് വീണ്ടും ശ്ലോകം ചൊല്ലി അതിൻ്റെ മലയാള പരിഭാഷയായിരിക്കുന്ന ശ്രീഹരിയം, ഒരു നിഴൽ നാരായണീയം, അതിലെ വരികൾ പാടി നമുക്ക് ഇന്ന് സമർപ്പിക്കാം. ഇദ്ധമഭ്യസന നിർഭരോല്ലസൽ ത്വൽപരാത്മസുഖകൽപ്പിതോത്സവാം മുക്തഭക്തകുലമൗലിതാം ഗതാം സഞ്ചരേമ ശുകനാരദാദിവൽ. ഇദ്ധം അഭ്യസന നിർഭരോല്ലസൽ ത്വൽപരാത്മസുഖകൽപ്പിതോത്സവാം. ആര്? ഞങ്ങൾ, അടിയങ്ങൾ. വയം എന്നുള്ളത് അവിടെ അന്തർലീനമായിട്ട് കിടക്കുന്നു. ഇദ്ധം, ഇത്തരത്തിൽ, അഭ്യസന നിർഭരോല്ലസൽ, യോഗാഭ്യാസം കൊണ്ട്, യോഗചര്യ കൊണ്ട് ഏറ്റവും പ്രകടമാകുന്ന ത്വൽപരാത്മസുഖകൽപ്പിതോത്സവ, അവിടുന്ന് തന്നെയായ ആ പരമാനന്ദ
സൗഭാഗ്യം പരബ്രഹ്മാനന്ദം കൊണ്ട് ഉണ്ടാകുന്ന കൽപ്പിതോത്സവ ആ ഹർഷാതിരേകത്തോടു കൂടിയവരായി മുക്തഭക്തകുലമൗലിതാം ഗതാഹ ജീവൻ മുക്തരായ ഭക്തകുലമൗലിതാം ഭക്ത കുലത്തിൻ്റെ ആ മൗലീരത്നങ്ങൾ ശിരോരത്നങ്ങളായി തീർന്നിട്ട് ഗത ശുകനാരദാദിവൽ സഞ്ചരേമ ഞങ്ങൾ ശ്രീ ശുകബ്രഹ്മർഷി നാരദൻ തുടങ്ങിയവരെ പോലെ ഞങ്ങളും അത്തരത്തിൽ സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിക്കാറാവട്ടെ ഭഗവാനെ എന്നാണ്. അപ്പം ഇതുവരെ നേരത്തെ ഓരോ ശ്ലോകങ്ങളിലൂടെ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നീ 8 യോഗാംഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പം സമാധി വിജയം നേടിയ യോഗികളുടെ അവരുടെ യഥേഷ്ടമായ ആ ഗതിവിശേഷം, ആ സഞ്ചാര സൗഭാഗ്യത്തെ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് എന്തൊക്കെ സാധിക്കും എന്നുള്ളത് ഇനിയുള്ള ശ്ലോകങ്ങളിലൂടെ 9 മുതൽ 15 കൂടിയുള്ള ശ്ലോകങ്ങളിലൂടെയാണ് അത് നമുക്ക് പറഞ്ഞു തരുന്നത്. സാധാരണ ദശകം 10 ശ്ലോകങ്ങളുള്ളതാണ്. എന്നാൽ അപൂർവം ചില ദശകങ്ങളിൽ ശ്ലോകങ്ങൾ കൂടുതൽ കാണാറുണ്ട്. അങ്ങനെയുള്ള ദശകങ്ങളിൽ ഒന്നാണ് നമ്മളിപ്പോൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന 4ാമത്തെ ദശകം. അപ്പോൾ ഇവിടെ ആ ശുകനാരദാദികളെ പോലെ ഞങ്ങൾ സ്വതന്ത്രമായി ഭഗവാന്റെ കീർത്തനങ്ങൾ പാടി ലോകം മുഴുവൻ സഞ്ചരിക്കും എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഇന്ന് സമർപ്പണം ചെയ്യുന്നത്. ആദ്യം ഒരിക്കൽ കൂടി നാരായണീയ ശ്ലോകം, പിന്നീട് ശ്രീഹരിയ പരിഭാഷ. ഇദ്ധമഭ്യസന നിർഭരോല്ലസൽ ത്വൽപരാത്മസുഖ കൽപ്പിതോത്സവാ മുക്തഭക്തകുലമൗലിതാം ഗതാ സഞ്ചരേമ ശുകനാരദാദിവൽ. ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം. അഭ്യാസസിദ്ധിയാൽ ലഭ്യമാകുന്ന നിൻ ബ്രഹ്മരൂപം ദർശിക്കുമ്പോൾ ആനന്ദത്തിൻ ഉത്സവമാകും. ഭക്തകുലഭൂഷണമാം ശുകനാരദാദിക്കൊപ്പം ഭക്തിക്കായി സകലേശ വരമേകണം. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണ നാരായണ ശ്രീവാസുദേവ. നാരായണ നാരായണ ശ്രീവാതനാഥ. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ. ഹരി ഓം.